ഡ്രൈവർ എങ്ങനെയുണ്ട് നമ്മളെ പണി? പണി മിയാമിയല്ല, അതിനാണ് കായ്. നല്ല പൂച്ച ഇജ്ജ് നമ്മളെ സ്വീപ്പ് ഉണ്ടാക്കല പൂച്ച. ഇതൊക്കെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ നല്ലപോലെ കാട്ടീന ഓര് വന്നിട്ട് ഓരേ സാരയ്യ. ആ ബിസ്മില്ലാ. മക്കളെ റാത്തല്ല ഇന്ന് എവിടെ അറിയാം, എല്ലാവർക്കും പരിചയമായ സെക്യൂറിൻ്റെ വീട്ടിലാട്ടാ. ഇവിടെ ബസ് കറക്റ്റായിട്ട് ഇറങ്ങണില്ല, അടി തട്ടുണ്ട്, പ്രയാസമാണൊക്കെ പറഞ്ഞത്. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെയൊക്കെ ശരിയാക്കി ഫുള്ള് പെർഫെക്റ്റ് ആക്കണം. നിങ്ങൾ പോവാ സ്കൂൾക്ക് വന്ന് ചെങ്ങായിമാരന്ന് ബിരിയാണി വാർപ്പുള്ള ഇഷ്ടമല്ല ബിരിയാണി സ്കൂളിൽ പോവാ. എന്തൊക്കെ ചെയ്യേണ്ടി ഇന്ന് ഇവിടെ? തട്ടുകയാണ്, അടി തട്ടുക. ഞങ്ങൾ ഫുള്ള് റെഡി ആക്കണം അല്ല. ഇജ്ജ് വൈകുന്നേരം വരുമ്പോഴത്തിന് സ്കൂളിട്ട് വരുമ്പോഴത്തിന് ഇവിടെ ഫുള്ള് സെറ്റ് ഔട്ടാ. ഫുള്ള് റെഡിയാക്കി തന്നെ. ഇജ്ജ് ഒരു പേടി മേടിച്ചോ, ധൈര്യത്തിൽ പോയിക്കോ. സാധനം വന്നിക്കണ്, എംസാൻ്റെ വന്ന് മെറ്റൽ വരാണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ വലിയൊരു മരക്കുറ്റി ഇവിടെ നമുക്ക് പണി തന്നിക്കണ്. അപ്പോൾ അത് തമർത്തണം. ഇവിടെ വേറെ ഒന്നുണ്ട്, അത് ഒഴിവാക്കണം. അപ്പോൾ എന്നിട്ട് ഈ സൈഡിൽ കൂടി കണ്ട് റോഡ് കോൺക്രീറ്റ് ഇട്ട് സെറ്റാക്കണം മകൾ. അപ്പോൾ ഫുള്ള് തമർത്തിപ്പോ ശരിയായത്. അപ്പോൾ സിമെൻറ്റ് വന്ന് പിന്നെ സാധനം ഇങ്ങനെ പരിപാടി അങ്ങനെ തുടങ്ങാത്ത ആൾക്കാരൊക്കെ ഇങ്ങനെ വീശിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നന്നാക്കി ഇവിടെ അടുക്കളൻ്റെ ഭാഗത്തും കൂടി ഇതാ ഒന്ന് നല്ലോണം വൃത്തിയാക്കി സെറ്റാക്കി കൊടുക്കണം. കച്ചറ ഉള്ള ഒഴിവാക്കി നല്ലോണം കച്ചറൊക്കെ ഒഴിവാക്കി സെറ്റാക്കണം. ഇവിടെയൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി അവിടെ ഫുള്ള് വെട്ടി തമർത്തി ഈ കോൺക്രീറ്റ് ഇടണം. എൻ്റെ പാടുന്ന ബ്ലേഡ് മാറ്റില്ല എല്ലാത്ത പുതിയ ബ്ലേഡ് വാങ്ങിയേ? പുതിയ ബ്ലേഡ് ആണല്ലേ? ആ നിങ്ങൾ ഇജായി സാധനം കേട്ടോ, കാതലാണ് തരുന്നത്. എന്താ നമ്മൾ ബ്ലേഡൊക്കെ നിർത്തിയാട്ടോ, ഊരകനായിട്ട് നിർത്തിയാണ്. എന്താണ് ഞാൻ അടുത്ത ഒന്നുകൂടി കട്ട് ചെയ്യാൻ. ഫുള്ള് പൊത്തേന്ന് നല്ല പൊത്തേന്ന്. ഈ പൊത്തുണ്ടായതുകൊണ്ടാണ് ഇതിൻ്റെ അടിക്ക് ഇത്ര കാതൽ. അല്ലെങ്കിൽ ഈ പൊത്തുള്ള സാധനത്തിന് ഇതാ ഉൾക്കാതൽ പോകാതെ അതാണ് കണ്ട. ഈ പൊത്ത് ഇങ്ങനെ ഉണ്ടാകണേ ഇപ്പം ഇത് ഒരു അരഞ്ചല്ലുള്ളൂ. ആകെ സംഭവം ഉണ്ടാകും വിരലേക്കുമ്പോൾ അരഞ്ചുള്ളൂ. മറ്റേ എന്താ പറയുക, പൊത്തില്ലാണ്ടെങ്കിൽ ഏകദേശം ഒരു 1.25 ഇഞ്ചൊക്കെ ഇങ്ങനെ ഉണ്ടാവും ഇതിൻ്റെ വെള്ള. ആ ബിസ്മില്ലാ. എങ്ങാണ്ട് ഭാഗത്ത് തുടങ്ങുന്നു. നമ്മൾ തുടങ്ങി കേട്ടാ. മുറ്റം നമ്മളെ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. പള്ളി പോയിരുന്നു അതിൻ്റെ ഇടയിൽ. இப்பதானே
ഇവിടെ എങ്ങനെ ലൂസാക്കാൻ പൊടി പൊടി ആ പൊടി ഗ്യാപ്പ് കുറച്ച് നേരെ റഫായിക്കോട്ടെ മേലതാ ഇതേപോലെ നേരെ പൊടി കൂട്ടിയാണ്ട് ചെറുതായിട്ടൊന്ന് റഫായി കൊടുത്താൽ വളരെ വൃത്തിയായിട്ടാണ്. അപ്പം ചെയ്ത് പോയാൽ ഇതേപോലെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ചൊറി വരും. ഏകദേശം 1-ാം ഘട്ടം പൂർത്തിയായി. ഇതേണ്ട മുത്തു പ്രാവക്ക് പൊടി മറ്റേ അരി ഇട്ട് കൊടുക്കണേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടേ നല്ല ദമ്മാക്കിയിട്ട് കബൂത്തർക്കാ തൊടാ അപ്പോൾ അത് സെറ്റാട്ടോ മക്കളാ ഇങ്ങനെയുണ്ട്. അപ്പോൾ ഇവിടെ ഇതാ ചെറിയൊരു കൊട്ടത്താളമാണെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ കൂടുതൽ തന്നെയാണ് വെച്ച് കൊടുക്കാൻ. അപ്പോൾ അതിൻ്റെ സെറ്റപ്പ് ഇങ്ങനെ ഉണ്ടാക്കട്ടാ ചെറിയ തോതിൽ. ഏകദേശം ഇതാ പണി കഴിഞ്ഞ് നന തുടങ്ങി ഇങ്ങനെ ഫുള്ള് സെറ്റാക്കിയിട്ടാണ്ട് കോൺക്രീറ്റ് ഇട്ട് സെറ്റാക്കണം കേട്ടോ. സെറ്റായി ഇങ്ങനെ വരിക കേട്ടോ. കോൺക്രീറ്റ് ഇങ്ങനെ മേലിന് ഇട്ടിട്ട് ഇങ്ങനെ വരിക കേട്ടോ. നമ്മൾ സവൽമേലാണ് സവലാത്മിയാണ്. അപ്പോൾ എന്താ ചെയ്യുക ബാക്കി പരിപാടികൾ ഇങ്ങനെ തുടങ്ങാം നമുക്ക്. ഇങ്ങനെ ഉണ്ട് പൂച്ച ഇജ്ജ് നമ്മളെ സ്വീപ്പ് ഉണ്ടാക്കല്ലോ പൂച്ച. ഇതൊക്കെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ നല്ലപോലെ കാട്ടീന ഓര് വന്നിട്ട് ഓരേ സാരയ്യ പോട്ടെ ഓരോ ഉപാധി ഇവിടെയുള്ള. അപ്പോൾ ചെറിയൊരു കൊട്ടത്താളത്തിൻ്റെ മേലെ വേണമെന്നാണ്. അപ്പോൾ അച്ചേൽക്കുന്നത് ചെറിയൊരു കൊട്ടത്താളം നൈസായിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ട് ചെമ്പ് കഴിക്കാനാണ്. ചെമ്പും സാധനങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേലെ തന്നെ ഒട്ടിച്ചു കൊടുത്താൽ ഒന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ചെറിയൊരു പൈപ്പ് ഇട്ട് കൊടുക്കാണ്ട് അത് സെറ്റാക്കി. പിന്നെ വാർപ്പാണെങ്കിലോ ഇവിടെ ഇങ്ങനെ നടക്കട്ടെ. വാർപ്പ് കഴിഞ്ഞിട്ട് നേരം കൊടുത്തം വിട്ടുക്കണേ. പക്ഷെ എന്നാലും കാര്യമാണ് നടക്കണി റോഡ്. എൻ്റെ മോനെ ആയി മുതലാവില്ല. കുറച്ചും കൂടി പണിയുണ്ട്. അപ്പോൾ കലാപരിപാടിക്ക് ഇങ്ങനെ ലാസ്റ്റത്തെ പരിപാടിക്ക് നടക്കട്ടെ കഴിയാണ് പരിപാടി ഇങ്ങനെ കഴിഞ്ഞിട്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ കൊണ്ട് സെറ്റാക്കാൻ സെറ്റായിട്ട് മക്കളെ ഫുള്ള് സെറ്റായി. റോഡ് നല്ല പെർഫെക്റ്റായി കൊടുത്തു, നല്ല ഉഷാറായി കൊടുത്തു. എല്ലാവർക്കും നല്ല റാഹത്തായി. വണ്ടിക്കാരൊക്കെ വന്ന് നല്ല സന്തോഷമായി. ഡ്രൈവർ എങ്ങനെയുണ്ട് നമ്മളെ പണി മിയാമിയല്ല അതിനാണ് കായ് നല്ല നേക്കായില്ല സൂപ്പർ. അവിടെ കൊട്ടത്താളം ഉണ്ടാക്കി അതിനാണ് കായ്. ആ കൊട്ടത്താളം കാണിച്ചു. ഓക്കെ സെറ്റ്. നിങ്ങൾ സ്ഥിരമായിട്ട് വരുന്നതാണല്ലേ? നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്തിരിക്കണം. ബാക്കി നമുക്ക് പിന്നെ സൗകര്യം പോലെ ചെയ്യാം. ട്യൂഷൻ കഴിഞ്ഞ് വന്നില്ല? എങ്ങനെയുണ്ട് നമ്മളെ റോഡ്? അടിപൊളിയായില്ല. ഇനി നല്ല സുഖമായിട്ട് ചാടി പഠിക്ക്. ഏതാ സ്ഥാനാർത്ഥി ഇപ്പം? ഏതാണ് ഏതെങ്കിലും ചിഹ്നം കൊട? ഇലക്ഷന് ജയിച്ചു വന്നാണ്. നമ്മളെ റോഡ് എങ്ങനെയുണ്ട്? സൂപ്പർ. അതിനാണ് കായ്. ആദ്യം ബസ് ഇറങ്ങാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട് ബസ് ഇറങ്ങാൻ? സൂപ്പർ. മരൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ വെട്ടി തമർത്തി കുറ്റിയൊക്കെ പറിച്ചില്ല. ഇജ്ജ് പോകുമ്പോൾ രാവിലെ എന്തേന്ന് അവസ്ഥ? ഉഷാറാക്കിയില്ല?